ജനുവരി 30 രക്തസാക്ഷി ദിനത്തിൽ ആകാശവാണി തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം ഞാൻ. സായന്തനം ശാപഗ്രസ്തം. രചന അനിൽ ജനാർദ്ദനൻ. ശബ്ദം നൽകുന്നത് നടനും സംവിധായകനുമായ ലാൽ. സംവിധാനം റൂബി ബാബു. ഞാൻ. സായന്തനം ശാപഗ്രസ്തം. എന്തൊരു ഇരുട്ട! എവിടെയും കൂരിരുട്ട്. ഈ ഇരുട്ടി കിടന്നങ്ങനെ തപ്പിത്തടഞ്ഞ് നീറി ഒടുങ്ങാനായിട്ട് പടുവൃത്തനായ എന്നെ ഈ മുറിയിലിങ്ങനെ അടച്ചിട്ടിരിക്കുന്നത് എന്തിനാ? എന്തിന്? എനിക്ക് ഭ്രാന്തുണ്ടോ? ആരാണ് എന്നെ ഈ കാരാഗ്രഹത്തിൽ അടച്ചിട്ടത്? മക്കളാ, എന്റെ മക്കള്. വെളിച്ചത്തെ അറിയുന്നത് പോലെ ഇരുട്ടിനെയും ഞാനിപ്പോ അറിയുന്നു. ജരാനരകൾ ബാധിച്ചവന് ഇരുട്ട് മരണമാണ്. മരണം, ഉന്മാദം, ഭ്രാന്ത്. വെളിച്ചമേ നയിച്ചാലും ഇന്ന് ജനുവരി 30 രക്തസാക്ഷി ദിനം. കുന്തം നിന്നുപോയല്ലോ. ആവശ്യത്തിന് ഇതൊന്നും ഉപകരിക്കില്ല. വാർദ്ധക്യം ബാധിച്ച എല്ലാം ഇതുപോലെ തന്നെ. ശ്വാസം നിലക്കത്തൂല്ല. നേരെ ശ്വസിക്കാനും പറ്റിയ. ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്ന എന്റെ ചർക്ക, ഗാന്ധിജി തന്ന സമരായുധം ചർക്ക. സ്വാതന്ത്ര്യത്തിന്റെ
ഈ ചർക്കയിൽ ഇങ്ങനെ തൊടുമ്പോ എന്റെ ബാപ്പുജിയെ തൊടുന്ന പോലൊരു തോന്നല്. 1945 ഞാൻ ഗാന്ധിജിയെ കാണാൻ ബോംബെക്ക് പോയത്. എന്റെ കൂടെ വിളയിൽ വീട്ടിലെ കുഞ്ഞഹമ്മദും ഉണ്ടായിരുന്നേ. കള്ളവണ്ടി കയറിയാ പോയത്. ബോംബെയിൽ ഇറങ്ങി ഒരുപാട് അലഞ്ഞു. ഒടുവില് മഹാത്മാവിനെ കണ്ടു. കുഞ്ഞഹമ്മദിന് 3 പ്രാവശ്യം തൊടാൻ പറ്റി. എനിക്ക് ഒരു പ്രാവശ്യമേ കഴിഞ്ഞുള്ളൂ. എന്റെ കൈ പൊന്നായതുപോലെ. ിലെ ഓഗസ്റ്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയാണ് ഞാൻ സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങിയത്. എത്രയെത്ര മർദ്ദനങ്ങള്, ജയിൽവാസങ്ങള്. അന്നെനിക്ക് 16 വയസ്സ്. മനസ്സ് നിറയെ ഗാന്ധിജിയായിരുന്നു എന്റെ ബാപ്പുജി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി നമ്മളോട് പറഞ്ഞു, ഡു ഓർ ഡൈ. ജനിച്ച മണ്ണിന് വേണ്ടി ജീവൻ കൊടുത്ത എത്രയെത്ര ധീരദേശാഭിമാനികൾ. ഹിംസയെ അഹിംസ കൊണ്ട് പ്രതിരോധിക്കണം. ശുചിത്വ സുന്ദരമായ ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ പരിരക്ഷിക്കണം. മനസ്സിലെയും തെരുവിലെയും മാലിന്യങ്ങൾ തൂത്തെറിയണം. മനുഷ്യനാവണം മനനം ചെയ്യുന്ന മനുഷ്യൻ. ദൈവം പല രൂപത്തിൽ തെളിയും. ഇന്ത്യൻ ഗ്രാമങ്ങളിലെ പാവപ്പെട്ടവരുടെ കയ്യിൽ ദൈവമായിട്ടായിരുന്നു ഈ ചർക്ക വന്നത്. വൈഷ്ണവ് ജന തോ തേനെ കഹിയജ പരായേ ജാനേ രേ. ആരാ ആരാ ആരോ ആരോ എന്നെ വിളിച്ചല്ലോ. ഇല്ലേ, തോന്നിയതാവും. ഈ അടഞ്ഞ മുറിയില് ഒരു ജയിൽ പുള്ളിയോ പോലെ ഒറ്റക്ക് കിടക്കുന്ന കിഴവനെ ആര് വിളിക്കാനാ? ആര് വിളിക്കാനാ? ഇനി മുകളിൽ നിന്ന് വിളിക്കുന്നതാണെങ്കിലോ? വാർദ്ധക്യത്തിന്റെ ഓരോരോ തോന്നലുകളെ ഭ്രാന്താണെന്നാ എല്ലാവരും പറയുന്നത്. മനോനില തെറ്റിയവൻ. കുഞ്ഞുമോളെ, ഈ കഥകൊന്ന് തുറന്നു തരുവാടി. കണിമോളെ, ഉണ്ണിക്കുട്ടാ, ആരുമില്ല ഇവിടെ. ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. അതാ പറഞ്ഞേ, നേരത്തും കാലത്തും ഒക്കെ അങ്ങ് ചത്തുപോണം. ചാവാനും വേണം ഒരു യോഗം. ഉണ്ണിക്കുട്ടാ, എടാ, നീ എന്നെ വിളിച്ചോടാ മോനെ. ഉണ്ണി അവനൊന്നും നോക്കുന്ന പോലുമില്ല. എന്റെ മകളുടെ മകനാ. 4 തലമുറകൾ കണ്ട ഒരു ജയിൽ പുള്ളിയാ ഞാൻ. എടാ ഉണ്ണിക്കുട്ടാ,
എടാ ഉണ്ണിക്കുട്ട, നിനക്കിന്ന് സ്കൂളിൽ പോണ്ടായോ? ഓ ഓ ഓ രക്തസാക്ഷി ദിനം. ആര് കൊല്ലപ്പെട്ടതിന്റെ രക്തസാക്ഷി ദിനമാണെന്നു? മോനെ, നമ്മുടെ രാഷ്ട്രപിതാവിനെ ഗാന്ധിജിയെ നിനക്കറിയില്ലെന്നോ? അയ്യേ, അങ്ങനൊന്നും പറയല്ലേ ഉണ്ണി. അല്ല അല്ല മോനെ, അല്ല അല്ല അല്ല, ഗാന്ധിജി ആത്മഹത്യ ചെയ്തതല്ല, വെടിവെച്ചു കൊന്നതാണ്. ഹേ റാം, ഹേ റാം, ഹേ റാം. അയ്യോ, എന്താ ചെയ്യ, എന്താ ചെയ്യ? ജരാനരകള് ബാധിച്ച പിന്നെ ഇങ്ങനെയൊക്കെയാണോ? ഇത് മരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ. സായന്തനം ശാപഗ്രസ്തം, സായന്തനം ശാപഗ്രസ്തം, സായന്തനം ശാപ. എടീ കണിമോളെ, നീ എന്തൊക്കെയായി വിളിച്ചു പറയണേ? പ്രായം കുറെ ഉണ്ടേ, അതിന്റെ ചെറിയൊരു കുറവ് കണ്ണിനും കാതിനും ഒക്കെ ഉണ്ട്. എന്നാലും ഇനി ഇവിടെ എനിക്ക് ബന്ധുക്കളായിട്ട് ആകെയുള്ളത് നീയും ഉണ്ണിക്കുട്ടനും മാത്രം. ബാക്കിയുള്ളവരൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തില്ലേ? താമസിയാതെ നീയും അമേരിക്കയിലേക്ക് പോകുമെന്ന് ഞാൻ കേട്ടു. പിന്നെ ഈ വലിയ വീട്ടില് ഞാൻ ഒറ്റയ്ക്ക്. എടിയേ, എത്രയും വേഗം എന്നെ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലേക്ക് എത്തിക്കണം. എത്രയും വേഗം. അവിടെ ആവുമ്പോ കിഴവന്മാർക്ക് കൂട്ടുകിഴവന്മാര് മാത്രമാണ്. അല്ലെങ്കിൽ എനിക്കൊരൽപ്പം വിഷം എനിക്ക്. ഓ, ജീവിതത്തിന്റെ സ്വാഭാവികമായ പരിണാമമാണ് വാർദ്ധക്യം. അതെല്ലാവരെയും നിഴൽ പോലെ പിന്തുടരുന്നുണ്ട്. ജീവിതമെന്നോ മരണമെന്നോ തിരിച്ചറിയാതെ ഇങ്ങനെ നാളുകൾ എണ്ണി 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 എടി മോളെ, കണിമോളെ, ഇവിടെ ഈ വെള്ളവും തുറന്നിട്ട് എവിടെ പോയി? എടി കുടിവെള്ളം കളയാതെ അടക്ക്, പൈപ്പ് അടക്കാൻ. കണിമോളെ പോവല്ലേ? എടിയേ, നീ ജനലൊക്കെ അടുത്ത് വന്ന് നിന്ന് ഒന്ന് സംസാരിക്കേ. ഓ
അത് ശരിയാ, വാതില് തുറക്കാറുണ്ട്. കൂട്ടിലടച്ചിരിക്കുന്ന പട്ടികളെ പോലെ ഇടക്കൊക്കെ നീയും എന്നെ കൂട് തുറന്നു വിടാറുണ്ട്. എന്നിട്ട് വീണ്ടും ഇങ്ങനെ പിടിച്ചകത്താക്കി വാതിലടക്കും. ഞാനോ പട്ടികളെ പോലെ ഇങ്ങനെ കുരച്ചു കുരച്ച് അയ്യോ കളിമോളെ, ഉണ്ണി ഞാൻ വീണ് പോയടാ. അയ്യോ ഉണ്ണുവടി എവിടെ? ഓ കിട്ടി. ഓ ഉണ്ണുവടി. മക്കൾക്ക് വേണ്ടാതായ പിന്നെ അരികു ചാരി നിൽക്കാൻ ഈ ഉണ്ണുവടി ആവശ്യമാണ്. ഇവനേ ഉള്ളൂ. ഈ ജനാല മാത്രമാണ് ആകെ ഒരാശ്വാസം. ഇതിലൂടെയാണ് ഞാൻ ലോകത്തെ കാണുന്നത്. പണ്ടൊക്കെ ഈ ജാലകത്തിലൂടെ രസമുള്ള എന്തോരം കാഴ്ചകളായിരുന്നു. കാഴ്ചകൾ നരച്ചെങ്കിലും പോയ കാലത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും എന്നെ തഴുകുന്നുണ്ട്. പക്ഷികളുടെ കലപിലയും ചെറുകാറ്റിന്റെ ദലമർമ്മരവും മഴയുടെ താളവും ഒക്കെ സംഗീതം പോലെ ആസ്വദിച്ചിരുന്ന ഒരു കാലം. ആ പാടത്തിന്റെ ഓരത്തായി ഒരാൽമരവും പുഴയും ഒക്കെ ഉണ്ടായിരുന്നു. അവയൊക്കെ മൺമറഞ്ഞുപോയി. എങ്ങും കോൺക്രീറ്റ് കാടുകൾ മാത്രമായി. മാലിന്യം നിറഞ്ഞ വായുവിന്റെ രൂക്ഷഗന്ധം. ചോരമടക്കുന്നു. തെരുവുകളിൽ വലിച്ചെറിയുന്ന കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും തേങ്ങലുകൾ. എടാ ഉണ്ണിക്കുട്ട, ആ ചെടികൾ പിഴുത് കളയാതെടാ. എടാ ഉണ്ണി, അതങ്ങനെ പറഞ്ഞ അനുസരിക്കുകയല്ലോ. പാവം, ആകെ ഉള്ളൊരു റോസാ ചെടിയായിരുന്നു, അതും തീർന്നു. എല്ലാത്തരം പൂക്കളും കുലകുത്തി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഈ മുറ്റത്ത്. റോസാപ്പൂക്കളെ കാണുമ്പോ എനിക്കെന്റെ ദേവകിയെ ഓർമ്മ വരും. എന്റെ പ്രണയകാലം. 1946 നാവിക കലാപം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഒടുവിലത്തെ സമരമായിരുന്നു അത്. രക്തരൂക്ഷമായ കലാപത്തിന് ഗാന്ധിജി എതിരായിരുന്നു. എന്നാൽ കലാപം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് താങ്ങാനായില്ല. ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ വെടിയേറ്റു മരിച്ചെങ്കിലും ഇന്ത്യ വിട്ടു പോകാൻ തന്നെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും തീരുമാനിച്ചു. രാജ്യത്ത് കലാപം കത്തിക്കാളുമ്പോഴായിരുന്നു എന്റെ പ്രണയവും. അപ്പുറത്തെ വീട്ടിലെ ജാലകത്തിനുള്ളിൽ ദേവകിയും, ഇവിടെ ഞാനും. നേരം വെളുക്കുവോളം ജാലകപ്പഴുത്തിലൂടെ ഞങ്ങൾ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ എത്ര രാത്രികൾ.
മണിമോളെ, ഉണ്ണിക്കുട്ട, എത്ര നേരമായി പറയുന്നു ഈ വാതിലൊന്ന് തുറക്കാൻ. മോളെ മോളെ, നിന്റെ കാല് ഞാൻ പിടിക്കാം. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. നിങ്ങളെയൊക്കെ വിട്ടിട്ട് ഞാൻ എവിടെ ഇറങ്ങി പോവില്ല. മക്കളെ, ഈ അടഞ്ഞ മുറി കിടന്ന് മനസ്സ് കരി പിടിച്ചു പോയി. എന്നെ ഒന്ന് തുറന്നു വിട്. പറ്റില്ലേ? പറ്റില്ല. ആരുടെയും ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ആരെയും കാണുന്നുമില്ല. കിഴവനായ പിന്നെ സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റുള്ളവരാ. മരണത്തെയും കാത്ത് ഈ ജാലകത്തിലൂടെ ഇങ്ങനെ നോക്കിയിരിക്കാം. എന്താണീ മൃതി, ഇതേത് വിധമാണ്, ഏതും നിനക്കാവതല്ല. എന്താപത്തിത്, നിദ്ര പോലെ വരുമോ നിദ്രാന്തരം തന്നിലും. മഹാകവി KC കേശവപിള്ളയുടെ കവിതയാ. ആസന്ന മരണ ചിന്താശതകം. മരണം നിദ്ര പോലെ വരണമെന്ന നിദ്രാന്തരം തന്നിലും. പിന്നെ ഒരിക്കലും തീരാത്ത നിദ്ര. മരണമെന്ന് കേൾക്കുമ്പോ വല്ലാത്തൊരു പേടിയാണ്. പക്ഷേ അത് ഈ ദുരിത ജീവിതത്തിൽ നിന്നുള്ള മോചനമാണ്. മരണത്തിന് തൊട്ടുമുള്ള നിമിഷങ്ങളിൽ മനസ്സൊരു വെള്ളിത്തിരയായി മാറും. ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും മുഖങ്ങളുമൊക്കെ ഒരു സിനിമ പോലെ മനസ്സിൽ ഇങ്ങനെ മിന്നിത്തെളിഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഫ്ലാഷ് ബാക്ക്. മരണത്തിന് മുമ്പുള്ള ജീവിതത്തിന്റെ ഫ്ലാഷ് ബാക്ക്. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു പേടി. അകാരണമായ ഒരു ഉൾവിളി. ചത്തുമരവിച്ച മനസ്സിൽ ഭയം. അതെങ്ങനെ വന്നു? ഓ ഓ ഇന്ന് രക്തസാക്ഷി ദിനം. എന്റെ ബാബുജി വെടിയുണ്ടകളാൽ തുളഞ്ഞു കയറി രക്തം വാർന്നു കിടക്കുന്ന എന്റെ മഹാത്മാഗാന്ധിജിയുടെ എല്ലിച്ച ശരീരത്തിന്റെ ദൃശ്യം മനസ്സിൽ നിന്നും മായുന്നില്ല. റാം, റാം, റാം. നമ്മുടെ നാടിനെ വലിയ ഇഷ്ടമായിരുന്നു ഗാന്ധിജിക്ക്. 5 പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ കൊച്ചുകുട്ടി. 1948 ഫെബ്രുവരി 12 10,000-കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയാണ് കേരള ഗാന്ധിയായ K. കേളപ്പജി എന്റെ ബാപ്പുജിയുടെ ചിതാഭസ്മം ഭാരതപ്പുഴയിൽ ഒഴുക്കിയത്. കണ്ണീരോട് കൂടിയാണ് ഞാനത് കണ്ടു നിന്നത്. ആ ഓർമ്മകൾക്ക് ഇപ്പോഴും ചെറുപ്പ
ആരുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു? ആരായിരിക്കും അത്? മരണം കാത്തു കിടക്കുന്ന ഞാൻ ഇനി മറ്റെന്ത് കേൾക്കാൻ? അതെ, ഇതാ മരണത്തിന്റെ കാലടി സ്വനം. ജനിച്ചാൽ കൂടെയുള്ളത് മരണമല്ലേ? മരണം മാത്രം. മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് ഒരു അതിർവരമുണ്ട്. ഉന്മാദം. ശരിക്ക് വഴുക്കലുള്ള ഒരു വരമ്പാണത്. ഏത് നിമിഷവും അതിൽ നിന്ന് മരണത്തിലേക്ക് വഴുതി വീണേക്കാം. വഴുതി വീണേക്കാം. കടിമോളെ, നിങ്ങളൊക്കെ പറയുന്നത് നേരാടി. നേരാ. എനിക്ക് ഭ്രാന്ത് തന്നെ. ആദ്യമൊക്കെ ആരോ വന്ന് വിളിക്കുന്ന പോലുള്ള ഒരു തോന്നലായിരുന്നു. ഇപ്പോ ഒരു കാലൊച്ച. മരണം അങ്ങനെ വേഷം മാറി നടക്കുക കൂടെ. ഒന്ന് കഥക് തുറക്കുമ്പോള് നേരെ ചൊവ്വ ഒന്ന് ശ്വാസം വിട്ടിട്ട് കടിമോളെ പണ്ടൊക്കെ നീ എന്നെ മുത്തച്ഛാന്നാ വിളിച്ചിരുന്നത്. ഇപ്പോ ഞാൻ കിഴവനും വൃദ്ധനും ഒക്കെ ആയി. മോളെ, ഈ ഒരാഗ്രഹം കൂടി മാത്രമേ കിളവനുള്ളൂ. എന്നെ ഒന്ന് തുറന്നു വിട്ടൂടെ? എന്നിട്ട് മുത്തശ്ശാന്ന് ഒന്ന് വിളിക്കുവാ? നീ കേൾക്കാൻ ഒരു ആഗ്രഹം കൊണ്ടാ. ഒന്ന് വിളിക്കണേ മോളെ. കരിമോളെ, ഒന്നും മിണ്ടുന്നില്ലല്ലോ. എടി എന്താ ഒന്നും നീ മിണ്ടാത്തെ? അതെ, എനിക്ക് വേണ്ട. എന്റെ പേരെങ്കിലും ഒന്ന് വിളിക്കുന്നേ. അല്ല മോളെ, എന്താ എന്റെ പേര്? അയ്യോ കരിമോളെ, എന്റെ പേരെന്താടാ? ഉണ്ണിക്കുട്ടാ, എന്താ എന്റെ പേര്? എന്റെ കരിമോളെ, എന്താ എന്റെ പേര്? മോളെ, കരിമോളെ, ഉണ്ണിക്കുട്ട, വാതിൽ തുറക്കാൻ. എത്രയെന്ന് വെച്ചാ ഇങ്ങനെ ഈ മുറിയത്? എടി, വാതിൽ തുറക്കടി. അല്ലെങ്കിൽ ഞാനിത് ചവിട്ടി പൊളിക്കും. കഥക് തുറക്കാൻ. എന്റെ പേര് അതെങ്കിലും അതെന്റെ നാവിന്റെ തുമ്പിലുണ്ട്. പക്ഷെ പറയാൻ പറ്റുന്നു. അതെന്താ അങ്ങനെ? ഞാൻ തന്നെ എന്റെ ഉള്ളിൽ വലിയൊരു ചോദ്യ ചിഹ്നമായിട്ട് മാറിയിരിക്കുക. അല്ല, ജീവിതം ഉത്തരം തേടുന്ന ഒരു ചോദ്യമല്ല.
അനുഭവിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. പേരും രൂപവും അടയാളങ്ങളും ഒക്കെ മാഞ്ഞു പോകുന്നു. എങ്കിലും ഞാൻ വാതിൽ തുറന്നല്ലോ. നന്നായി. കണിമോളെ ഉണ്ണിക്കുട്ടാ, ആരെയും കാണുന്നില്ലല്ലോ. മക്കളെ ഇവരിത് എവിടെ പോയി? കണിമോളെ കണിമോളെ ഉണ്ണിക്കുട്ടാ. ഞാൻ ഈ മുറി വിട്ടു പോകുമ്പോ അവര് മറ്റൊരു മുറി കയറി കഥ കിടക്കും. ഈ കിഴവൻ ഭ്രാന്തനല്ലേ? പേടിച്ചിട്ടായിരിക്കും. കണിമോളെ ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല മോളെ. ഈ പാവം മുത്തച്ഛനെ പേടിച്ചിട്ട് മോളെ ഈ വൃദ്ധന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കി. കണിമോളെ സ്വന്തം പേര് മറന്നു വെച്ചാ ഞാൻ എന്നെ തന്നെ മറന്നു. എന്തായാലും ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാം. പുറത്തിറങ്ങി പോയി കളയാണ്ടിരിക്കാൻ ഗേറ്റും മൂട്ടി പോയിരിക്കുക. ഇത് ജീവിതത്തിന് മുകളിലുള്ള പൂട്ട്. ഈ റോഡിൽ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ. മജീദേ സുഖാണാടാ? എന്താണ് നീ ഇങ്ങനെ അന്തം വിട്ടു നോക്കണേ? ഒന്ന് കിട്ടുവാടാ. എടാ നീ നമ്മുടെ കുഞ്ഞമ്മന്റെ ഏറ്റവും ഇളയ മോനല്ലയോ മജീദ്? എന്റെ ബാപ്പയും ഞാനും ചങ്ങാതിമാരായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എത്ര സമരങ്ങള്, ജയിൽവാസങ്ങള്. പാവ മരിച്ചുപോയി. ചുമച്ച് ക്ഷയം പിടിച്ച് ചോര തുപ്പി മരിച്ചു. കേട്ടോ മജീദേ മോനെ, ഞങ്ങൾ ഒരുമിച്ച് ഗാന്ധിജിയെ കാണാൻ കള്ളവണ്ടി കയറിയ ബോംബെക്ക് പോയിട്ട് നീ എന്താ ഒന്നും മിണ്ടാത്തേ? അല്ല നീ എന്താ പോവാ? മജീദേ പോവല്ലടാ മോനെ. ഞാൻ എന്റെ പേരങ്ങ് മറന്നുപോയി. മജീദിനറിയാലോ എന്റെ പേര്. പറയാവടാ, വലിയ ഭാരാവും. അയ്യോ മജീദ പോവല്ലടാ മോനെ. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ മജീദ്. നിക്ക് മജീദ്. അതെ, ആർക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാവോ? ആർക്കെങ്കിലും എന്നെ ഒന്ന് പേരൊന്ന് വിളിക്കാവോ? എന്റെ പേര് മറന്നുപോയതാ. ഒന്ന് വിളിക്ക്.
അറിയില്ലേ? ആർക്കും അറിയില്ല. എന്നെ നിങ്ങൾ മറന്നോ? എന്നെ മറന്നോ? എന്റെ പേര് ഞാൻ ആരും ഇതൊന്നും കേൾക്കണില്ലേ? ആരും ഇതൊന്നും കേൾക്കുന്നില്ലേ? നോക്കുന്ന പോലുമില്ലല്ലോ. എല്ലാവർക്കും തിരക്കാ. തിരക്കോട് തിരക്ക്. ഈ ഒതുക്കലില് കിഴക്കോട്ട് നോക്കിയിരിക്കാനൊരു സുഖം തന്നെയാ. പക്ഷേ മനസ്സിന്റെ ആവലാതി ചുട്ടുപൊള്ളിക്കുക. വൃദ്ധൻ, കിഴവൻ, പടുവൃദ്ധൻ, വയോവൃദ്ധൻ, വൃദ്ധനെന്ന ജരാനരകൾ ബാധിച്ചവൻ എന്നല്ല, അഭിവൃദ്ധി പ്രാപിച്ചവൻ, മനസ്സു വളർന്നവൻ എന്നാണ് അർത്ഥം. ദേവകിയുടെ മുറിയിലൊന്ന് പോകാം. എന്റെ ദേവുവിനെ കാണുമ്പോ ദേവു, എന്നെ കണ്ടിട്ട് എത്ര നാളായി. എന്നെ ഒറ്റക്കാക്കിയിട്ട് നീ പോയല്ലേ ദേവു? നീ പോയി എന്ന് ഞാൻ കരുതണില്ല. ഈ ചില്ലിട്ട ചിത്രത്തിൽ ഇങ്ങനെ നീ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ നമ്മുടെ പ്രണയം, ജീവിതം ഒന്നും ഞാൻ മറന്നിട്ടില്ല. എല്ലാം എന്റെ നെഞ്ചിൻ കൂട്ടിലിരിപ്പുണ്ട്. എടി ദേവു, ഒരു പ്രായമായാൽ അങ്ങ് ചത്തുപോണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഭ്രാന്തനായി ഇരന്നും കരഞ്ഞും. ദേവകി, ഞാനാരാ? എന്റെ പേരെന്താ? എന്റെ പേര് ഞാനങ്ങ് മറന്നു പോലെ. എത്ര ഇങ്ങോട്ട് ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും എവിടെയോ ഞാൻ എവിടെയാ ഞാൻ എന്നെ വെച്ച് മറന്നത്? അറിയില്ല. നീ മൗനമാണോ? അതോ എന്നെ നീ പരിഹസിക്കുകയാണോ? ദേവകി, എന്നെ ഒന്ന് വിളിക്കടി. നിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ കേട്ടു. എന്താ നീ പറഞ്ഞത്? ഒന്നുകൂടി വിളിക്കടി. ഒന്നുകൂടി വിളിക്കേ. നീ മുറിയിൽ എവിടെയോ ഉണ്ട്. എവിടെയാ? പോകാനോ? എവിടേക്ക്? പോകാൻ ഇനി ഒരിടമേ ബാക്കിയുള്ളല്ലോ. അവിടെ നീയുണ്ടല്ലോ. ദേവു, എടി നീ എവിടാടി?
ദേവു, നീ ഈ മുറിയിലെവിടാ? ദേവു, കണിക്കല്ലേ ദേവു, എന്നെ ഒന്ന് ഉറക്കെ വിളിയടി. എന്നെ ഒന്ന് ഉറക്കെ വിളിക്ക. എന്റെ പേര് ഞാൻ എന്റെ ദേവകിയുടെ പെട്ടി, എന്റെ ദേവകിയുടെ പെട്ടി, എന്റെ ദേവി. ഈ പെട്ടിയിൽ കാണും ഞാൻ. ഞാൻ കൊടുത്ത പ്രണയ സമ്മാനങ്ങള്, വസ്ത്രങ്ങള്, കൈവളകള്, സിന്ദൂരച്ചെപ്പ്, കൺമഷി, എല്ലാം അവിടെ നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്താ അത് ഞാനായിരിക്കും. ഞാൻ തന്നെയായിരിക്കും. കണ്ണാടിയോ? മുഖം നോക്കുന്ന അവളുടെ കണ്ണാടി. അവള് മുഖം നോക്കുന്ന അവളുടെ കണ്ണാടി. ഞാൻ എന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. ഞാൻ രാഘവൻ, പുത്തമ്പുരയിൽ രാഘവൻ. നോക്ക്, എല്ലാവരും കണ്ണാടിയിലേക്ക് നോക്ക്. അപ്പോ കാണുന്നുണ്ടല്ലോ. ഇടിച്ചെത്തിക്ക്. അറിയണം, നമ്മളെ അറിയണം. നമ്മളെ തന്നെ അറിയണം. ഈ രാജ്യത്തെ അറിയണം. ഈ ഇന്ത്യയെ അറിയണം. നമ്മുടെ ഇന്ത്യയെ അറിയണം. ഒരു ഇന്ത്യനാവണം. Be an Indian. Hey Ram. ഞാൻ സായന്തനം ശാപഗ്രസ്തം. രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ഏകപാത്ര നാടകം സമാപിക്കുന്നു. രചന അനിൽ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകിയത് നടനും സംവിധായകനുമായ ലാൽ. സാങ്കേതിക സഹായം വി സുരേഷ് കുമാർ. സംവിധാന സഹായം വി എൻ ദീപ.